ഗോകുൽ, ഈ കഴിഞ്ഞ 30-35 മിനിറ്റായി വീട്ടിലെ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലെ മുതൽ അവർ പങ്കുവച്ചത്. ഏതെങ്കിലും തരത്തിൽ അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? എന്താണ് അവർ പറയുന്നത്? ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന തോന്നൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ അതിന് തയ്യാറാവുന്നില്ല, മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ അവർ അതിന് തയ്യാറാവുന്നില്ല, മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറുമുള്ള ഇത്തരത്തിലുള്ള കൃത്യവിലോപനം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലുള്ള ഇവരുടെ വിയോജിപ്പ് കൃത്യമായി നാട്ടുകാർ രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തിന് വേണ്ടി ഈ നാട് ഒന്നാകെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ മന്ദഗതിയിലുള്ള പോക്ക് ഇന്നാണ് കർണാടക മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയത് ഈ അർജുന് വേണ്ടി ഇവിടെയുള്ള മലയാളികൾ ശബ്ദിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയം മലയാളികളായിട്ടുള്ള മലയാളി മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. കാരണം 9ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ആ വിഷയത്തിലേക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനോ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കാനോ അവിടെയുള്ള ഒരു മന്ത്രിയും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നിരുന്നില്ല. പക്ഷെ ഇന്ന് അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടുകാരുടെ ശബ്ദത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള വിഷയം വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടും പക്ഷെ നേരത്തെ അർജുനും രഞ്ജിത്ത് ഇസ്രായേലും ഒക്കെ സൂചിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടും പക്ഷെ നേരത്തെ അർജുനും രഞ്ജിത്ത് ഇസ്രായേലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ള വിമർശനം ഈ നാട്ടിലെ എല്ലാ ആളുകളും ഒരുപോലെ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വെക്കുന്നു. ഈ സൈന്യം വരാൻ വൈകിയതിലുള്ള അവരുടെ അമർഷം അവർ എല്ലാ സമയത്തും തന്നെ എടുത്തു കാട്ടുന്നുണ്ട്. ഇവരുടെ കുടുംബം ആദ്യ ദിവസം തന്നെ, അതായത് 18-ാം തീയതി വൈകിട്ടോട് കൂടിയിട്ട് ഇവിടുത്തെ 16-ാം തീയതി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. 16-ാം തീയതി ഉച്ചയ്ക്ക് അങ്കോളയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി CIA കണ്ട് ഈ വിവരം ധരിപ്പിക്കുന്നു. ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. 17-ാം തീയതി ഇവിടെയുള്ള ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്നു. ഒരു നടപടി ഉണ്ടാവുന്നില്ല. 18-ാം തീയതി MK രാഘവൻ, കോഴിക്കോട് MP MK രാഘവന്റെ വീട്ടിലെത്തി കാര്യം പറയുന്നു. MK രാഘവന്റെ ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടാമെന്നൊരു കാര്യം പറയുന്നു. ബന്ധപ്പെട്ടിട്ടില്ല. 19-ാം തീയതി ഉച്ചയോട് കൂടിയിട്ട് MK രാഘവൻ അർജുന്റെ വീട്ടിലെത്തി വരുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയം എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിട്ട്, അതായത് 18-ാം തീയതി ഈ അർജുന്റെ ബന്ധുക്കൾ വീട്ടിൽ വന്ന സമയത്ത് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് 19-ാം തീയതി അർജുന്റെ വീട്ടിൽ വരുന്ന സമയം വരെ MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതിന്റെ ഫോളോ അപ്പ് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 19-ാം തീയതി മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ഇടപെടുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടുന്നു. ചീഫ് സെക്രട്ടറിയോട് ഈ വിഷയത്തിൽ ശ്രദ്ധയൂന്നി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സമ്മർദ്ദം കേരളത്തിൽ നിന്നുണ്ടാകുമ്പോഴും കർണാടകയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം നോക്കുമ്പോൾ SP ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ആക്റ്റീവ് കേസ് ഈ മണ്ണിന്റെ അടിയിൽ ഒരു ആക്റ്റീവ് കേസ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കാത്ത രീതിയിൽ, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് സുരേഷ് ഗോപി വിഷയത്തിലേക്ക് ഇടപെടുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വരുന്നു. ആർമി വരുന്ന സമയത്ത് പോലും കുടുംബത്തിനുൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്, ഈ നാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ട്. ആ സമയത്താണ് വീണ്ടും റവന്യൂ മന്ത്രി നേരിട്ട് വന്നിട്ട് പറയുകയാണ് 98% അവിടുത്തെ മണ്ണുകൾ നീക്കി എന്ന് പറയുന്നത്. അതായത്